എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഹംഗ്രി മൃണാൾ അണ്ണൻ ഏറിൽ നിന്ന് ഏറിലോട്ട് പോയപ്പോൾ ഇനി കുറച്ച് നന്മയാകാം, എൻ്റെ ഉള്ളിലെ നന്മകൾ ഇങ്ങോട്ട് കൊണ്ട് വിതറാമെന്ന് പറഞ്ഞും കൊണ്ട് ഇറങ്ങിയാണ്. മിക്കവാറും പട്ടി ഓടിച്ചിട്ട് കടിക്കും ഉള്ള കാര്യമാണ്. അത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. പട്ടിക്ക് അറിയത്തില്ലല്ലോ ഇത് മൃണാൾ അണ്ണനാണ് നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ സ്വന്തം മൃണാളേട്ടൻ, ഫുഡ് ബ്ലോഗർ കം വിത്ത് സെലിബ്രിറ്റി കം ഇൻഫ്ലുവൻസർ കം ആയിട്ടുള്ള നമ്മുടെ മൃണാൾ അണ്ണനാണ് നമ്മുടെ തൊട്ട് മുന്നിൽ നിൽക്കുന്നതെന്ന് പട്ടികൾക്കറിയില്ല. ഓക്കെ, പട്ടികൾ അറിഞ്ഞാൻ പുറഞ്ഞാൽ കടിക്കും. അവസാനം മുണ്ടില്ലാതെ ഷെഡിയിട്ടുണ്ട് ഓടേണ്ടി വരും. കേട്ട മൃണാൾ അണ്ണ സൂക്ഷിച്ച് അത് ദുഃഖിക്കേണ്ട. പ്രത്യേകിച്ച് തെരുവ് നായകളാണ്. പിന്നെ അണ്ണന് മാത്രമല്ല തെരുവായ നായികൾക്ക് നന്മമരം ചെയ്ത് നന്മമരമാകാൻ സാധിക്കുന്നത്. ഞുമക്കും പറ്റും. അതിലോട്ടും വരാം. അപ്പം അണ്ണൻ ഇപ്പം ഏറിൽ നിന്ന് ഏറിലൊക്കെയായി. നാട്ടുകാർ മൊത്തം പൂരത്തെറിവിളി, ഇങ്ങേര് മറ്റേതാണ് മറിച്ചയാണ്, ഇവൻ്റെ ഹോട്ടലിൽ ഏതെങ്കിലും മാങ്ങാത്തൊലിയന്മാർ കയറുവാടാ എന്നൊക്കെയുള്ള രീതിയിൽ പൂരത്തെറിവിളി. അങ്ങനെ അവസാനം മൃണാൾ അണ്ണൻ എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നല്ല ഒരുത്തനായി നന്മമരമായി ഈ സമൂഹത്തിൽ അറിയപ്പെടും എന്നണ്ണൻ ചിന്തിച്ചിരിക്കുമ്പോഴാണ് അണ്ണൻ്റെ മനസ്സിൽ ഓടിക്കൂടി കടന്നു വരുന്നത് നന്മയുള്ള ലോകമേ, കുറച്ച് നന്മ ചെയ്യാം, ചാരിറ്റി ചെയ്യാം. ഈ ഒരു സെറ്റപ്പിലോട്ട് അണ്ണൻ്റെ ഉള്ളിൽ കയറി വരുന്നത്. അണ്ണ നല്ലതാണ്. ഒരു നേരത്തെ ഒരു ആഹാരം ഒരാൾക്ക് കൊടുക്കുന്നതും 10 പട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നതും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ അണ്ണനിത് അവിടെ ചെയ്തതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം. അല്ലെങ്കിൽ തന്നെ അണ്ണൻ ഒരാൾക്ക് ആഹാരം കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൊടുക്കുന്ന സമയത്ത് അയാൾ ഇത് അറിയുന്ന പോലും ഇല്ല ആ വീഡിയോ എടുക്കുന്നത്. പിന്നെ അണ്ണൻ തന്നെ നേരത്തെ ആൾ സെറ്റ് ചെയ്ത് ദൂരെ ഇരുത്തി വീഡിയോ ഒക്കെ എടുപ്പിക്കുന്നുണ്ട്. പക്ഷേ അണ്ണൻ ഈ ആഹാരം കൊടുക്കുന്നത് വീഡിയോ എടുക്കുന്ന അയാൾ അറിയുന്നില്ല. ഒരു നേരത്തെ ഒരു ആഹാരം കൊടുത്തിട്ട് വീഡിയോ എടുത്തിടുന്നത് ഉളത്തനമാണ്. ഇനി അയാളുടെ കൺസേൺ ഉണ്ടെങ്കിൽ വീഡിയോ എടുത്തിടുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ അൽഫുഡ് സൂരജ് ആയാലും ഉബൈദ് ആയാലും ടോണി അച്ചാനായാലും ഇവരൊക്കെ സഹായിക്കുന്ന സമയത്ത് അവരുടെ കൺസെൻറ്റോട് കൂടിയാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അണ്ണയും അവിടെ നിന്ന് നേരത്തെ ബാക്കിൽ നിന്ന് ആളെ സെറ്റ് ചെയ്തിരുത്തിയിട്ട് എടുത്തോ ഞാൻ ഇപ്പം കൊടുക്കും. ആ സെറ്റപ്പിൽ അണ്ണൻ കൊണ്ട് കൊടുക്കുന്നു, അത് വീഡിയോ എടുക്കുന്നു, വൈറലാക്കുന്നു. ആ വ്യക്തി ആഹാരം വാങ്ങി കഴിക്കുന്നുണ്ട്. പക്ഷെ ആ വ്യക്തി പോലും അറിയുന്നില്ല ഇത് വൈറലാവുന്നു അല്ലെങ്കിൽ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വരുമെന്നൊന്നും. ഒരാൾക്കൊരു ആഹാരം കൊടുത്തിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിടുന്നത് എനിക്ക് വലിയ യോജിപ്പില്ല. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. പിന്നെ അവരുടെ കൺസേൺ ഉണ്ടെങ്കിൽ ഇടുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. ഇനിയിപ്പോൾ അവർക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് എന്ത് കുഴപ്പം. അല്ലാണ്ട് ചുമ്മാ ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ട് അണ്ണാരമ്മ അറിഞ്ഞാൽ പറഞ്ഞ പരിപാടി കാണിക്കില്ല കേട്ടോ. അല്ലാണ്ട് ചാറ്റൊക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ചാറ്റ് ചെയ്ത് വീഡിയോ എടുത്തിടുമ്പോൾ അത് കണ്ട് 10 പേരിലേക്ക് ഇൻസ്പയർ ആയപ്പോൾ നമുക്കും 10 ആൾക്കാർക്ക് അങ്ങനെ സഹായിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. പക്ഷെ അണ്ണൻ്റെ ചാരിറ്റി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹായിക്കാനൊന്നും തോന്നത്തില്ല, ചിരിയേ വരത്തുള്ളൂ. കാരണം ആരാ ചെയ്യുന്നേ? മൃണാൾ അണ്ണൻ. ഏറിൽ നിന്നും ഏറിൽ എല്ലാവരെയും പുച്ഛം, സ്വന്തം കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനെ അടക്കം, സ്വന്തം ഓഡിയൻസിനെ അടക്കം പുച്ഛമുള്ള നിങ്ങളുടെ അടുത്ത് നിന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ചിരിയേ വരത്തുള്ളൂ. എന്തായാലും അണ്ണൻ്റെ നന്മയുള്ള ലോകമേ ഒന്ന് കാണാം. തള്ളേ ഞാൻ തന്നെ നന്മമരം, ഇനി നോക്കിയോ എന്നെ ചീത്ത വിളിച്ചാലും എല്ലാം കൈയിടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അണ്ണൻ പോയത്. പക്ഷെ അണ്ണൻ അവിടെ നിന്ന് മുഞ്ചിത്താട്ടുകാരെ തൂക്കി വിട്ട്. ഇവന് വേറെ പണിയൊന്നുമില്ല, ഇവൻ എന്തുവാ കാണിക്കുന്നത്? ഈ ഒരു സെറ്റപ്പിലായിപ്പോയി. അണ്ണൻ എല്ലായിടത്തും പരിപാടി അവതരിപ്പിച്ചാലും മൂഞ്ചുന്ന അവസ്ഥയാണല്ലോ. അണ്ണ അത്രയ്ക്ക് വെറുപ്പ് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്താണ് ഏതാണെന്ന് നമ്മളെ മൃണാളേട്ടന് ആളിന് അത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. പേര് കേട്ട ഫുഡ് ബ്ലോഗ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്നു. പണ്ടൊരു സമയത്ത് കൊള്ളാന്നുള്ള ഹോട്ടലുകളിൽ പോയിട്ട് കൊള്ളൂലെന്നും കൊള്ളൂലാത്ത ഹോട്ടലിൽ പോയിട്ട് കൊള്ളാന്നൊക്കെ പറയുന്നൊരു ചരിത്രം മൃണാളേട്ടനുണ്ടായിരുന്നു. അതൊക്കെ ഒരു കാലം. അപ്പോൾ മൃണാളേട്ടനെ പറ്റി ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ടൈമിൽ ഫുഡ് ബ്ലോഗർ ആയിരുന്നു മൃണാളേട്ടൻ്റെ. വേറെല്ല പേര് കിട്ടൂടെ, വയലിക്കും വരുന്നില്ല. മൃണാളേട്ടൻ്റെ ഫുഡ് ബ്ലോഗിങ് കണ്ടിട്ട് ആഹാരം കഴിക്കാൻ പോയ ചരിത്രമുള്ള ആൾക്കാരുണ്ടായിരുന്നു.
അപ്പോൾ മൃണാളേട്ടൻ പറയുന്നതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡൊക്കെ കിടുക്കൻ എന്ന് പറയും, അല്ലെങ്കിൽ നല്ല ഹോട്ടലിൽ പോയിട്ട് കൊള്ളൂല എന്ന് പറയും. ഏതെങ്കിലും ഫുഡ് സേഫ്റ്റി അവർ വന്ന് പൂട്ടിച്ച ഹോട്ടലുകളിലൊക്കെ അണ്ണം പോയിട്ട് പറയും കിഡിലുമായിരുന്നു എന്നൊക്കെ പറയും. ആ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ആൾക്കാർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ഇത്രയും ഫുഡ് ബ്ലോഗിങ്, ഇത്രയും ചാബല്യങ്ങൾ പറയുന്ന നമ്മുടെ മൃണാളേട്ടൻ ഒരു ഹോട്ടൽ തുടങ്ങിയാൽ എങ്ങനെയായിരിക്കും. അങ്ങനെ നമ്മുടെ ഹംഗ്രി മൃണാൾ വ്ളോഗ് തുടങ്ങി, ഹോട്ടൽ തുടങ്ങിയപ്പം നാട്ടുകാർക്ക് മൊത്തം പുച്ഛം, പരിഹാസം. പിന്നെ വേറൊരു കേസ്, ഇങ്ങനെ ഹോട്ടലിൽ കയറി കഴിക്കാനും ചിലവർക്ക് താല്പര്യമില്ല. കാരണം ഇവൻ്റെ ഒരു കുണച്ച സ്വഭാവം കാരണം നാട്ടുകാർക്ക് താല്പര്യമില്ലാത്തൊരു ഘട്ടവും കൂടി ഉണ്ട്. എന്തരായാലും കൊള്ളാടെ, അന്തറാസ് കുന്തറാസ് മൃണാളണ്ണൻ്റെ ഹോട്ടൽ ഉയിര്. എന്തായാലും മൃണാളണ്ണൻ നിർത്തിയില്ല, വീണ്ടും ചാബല്യങ്ങൾ തുടങ്ങി. ഇനി പാവപ്പെട്ട ആൾക്കാർക്ക് ഫുഡ് കൊടുത്തതിനെ തുടർന്ന് അടുത്ത് മൃഗങ്ങൾക്കും തുടങ്ങും, കൊടുത്തു തുടങ്ങി. അങ്ങനെ പറ, എന്തുവാ ഇത്? കുഞ്ഞിക്കവിൾ മേഘമേ തുള്ളിത്തോളുമ്പാതെ നീ പഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ടു മുറിയും ചെറുമൂല നോക്കുകൊണ്ടു വിളറും. കരയിപ്പിച്ച് കളഞ്ഞല്ലോടാ പൊന്നെ. അങ്ങനെ നമ്മുടെ മൃണാളേട്ടൻ മൃഗങ്ങൾക്കും കൊടുത്തിടേ ഫുഡ്. ഞാനും കൊടുത്തിട്ടുണ്ട് എണ്ണ. കാണണോ? കാണിച്ചു തരാം, ബാ നമുക്ക് കാണാം. ഇനി കൂടുതൽ പാട്ട് കേട്ടാൽ കോപ്പിറൈറ്റ് അടി. കണ്ട, ഞാനും ഒരു നന്മകരമാണ്. ഫുഡ് കൊടുക്കൂടെ, നമ്മളും കൊടുക്കൂടെ. അങ്ങനെ മൃണാളേട്ടൻ മാത്രം പൊങ്ങിയാൽ പോലെ, എനിക്കും വേണം പബ്ലിസിറ്റി. ഞാൻ ഉഴുന്നോടാനും കൊടുത്താട്ടോ. അണ്ണനെ പോലെ റിച്ച് അല്ലാത്തതുകൊണ്ട് ഉഴുന്നോടെല്ലാം അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ ചായ പിടിച്ചുകൊണ്ട് നമുക്ക് കുറേ പട്ടിക്കുട്ടികളെ കണ്ട് ഞാൻ ഇട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. വേറെ വലിയ സംഭവമൊന്നുമില്ല. അതാ വീട്ടിൽ ഇത് ഞാൻ നിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിലുള്ള വീട്ടിലുള്ള പട്ടിക്കുട്ടികളാണ്. ഇത് പുറത്തോട്ട് വന്നത് എന്നെ കണ്ടപ്പോൾ ജവട ഇട്ട് കൊടുത്ത്, അത്രേ ഉള്ളൂ. ചായക്കടയിൽ തൊട്ടടുത്ത് ആ ചായക്കടയിലുള്ള വീട്ടുകാരുടെ കുട്ടി. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അത് വലിയ കാര്യമൊന്നുമില്ല. പണ്ണ സഹായിക്കുന്നതൊക്കെ നമുക്കും പറ്റുവണ്ണ. 2 പൊതി ചോറും വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഏതെങ്കിലും ആൾക്കാർക്ക് ഇങ്ങനെ കൊടുത്തിട്ട് മറ്റേ പുറത്തുനിന്ന് ആളെ വിട്ട് വീഡിയോ എടുപ്പിച്ചിട്ടിട്ട് നന്മവരാണെന്ന് കാണിക്കല്ലേ അണ്ണ. അങ്ങനെയാണെങ്കിൽ എനിക്കും പറ്റും. ഒരു 2 ഊണ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്ന കേസേ ഉള്ളൂ, 10,200 രൂപയ്ക്ക് അകത്ത്. ഓക്കെ, 2 ഊണും വാങ്ങിച്ചു കൊടുത്തിട്ട് എടുത്തൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നന്മവരാ ഒന്നും ആവത്തില്ല. അല്ലെങ്കിൽ അണ്ണ സഹായിക്ക്, ലക്ഷങ്ങൾ വാരി എറിഞ്ഞ് ടോണി അച്ഛനൊക്കെ സഹായിക്കുന്ന പോലെ സ്വന്തം പോക്കറ്റിൽ നിന്ന് വാരി എറിഞ്ഞ് സഹായിച്ച് നോക്ക്. അപ്പോഴും ചിലപ്പോൾ ആൾക്കാർ അംഗീകരിക്കുകയാണ്. അതൊന്നും നടത്തേക്ക് ഉപയോഗിക്കാത്തവനൊക്കെ സഹായമോ. പിന്നെ അണ്ണൻ്റെ ഹോട്ടലിലുള്ള എണ്ണയെന്ന് വെച്ച് കഴിഞ്ഞാൽ തെങ്ങിൽ നിന്ന് നേരെ ഒലിച്ചു വന്നത്, പിന്നെ ഉപ്പ് മറ്റേ വേറെ കൊടുമുടിയിൽ എവറസ്റ്റിൽ നിന്ന് നേർത്ത് ഒലിപ്പിച്ചെടുത്തുകൊണ്ട് വന്നത്. ഈ ഒരു സെറ്റപ്പിലൊക്കെയാണ് അണ്ണൻ ഓരോന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്നത്. അണ്ണൻ്റെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അണ്ണൻ്റെ ഹോട്ടലിലൊന്ന് ജെന്യൂനായിട്ട് ആഹാരം കഴിച്ച് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ജെന്യൂനായിട്ട് റിവ്യൂ ഇട്ട് ആ റിവ്യൂ അണ്ണൻ അംഗീകരിക്കത്തില്ല. അണ്ണ അംഗീകരിക്കാത്തതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയല്ല, ഞാൻ തെങ്ങിൽ നിന്ന് നേരിട്ട് എടുത്ത തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അണ്ണ അങ്ങോട്ട് തുടങ്ങും. അതുകൊണ്ടാണ് അണ്ണ ഇത്രയും ഏറി പോകുന്നത്. അറ്റ്ലീസ്റ്റ് ആൾക്കാരൊന്ന് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൂഡ് കാണിക്കണം. പിന്നെ ഹംഗ്രി മൃണാളിലൊന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒടുക്കത്തെ റേറ്റ് മറ്റേ പച്ചവെള്ളത്തിനും അടപ്പിനും കുപ്പിക്കും അടുത്തിരുന്നവനെ അടക്കം ബില്ലടിച്ച് തരുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആൾക്കാർ വന്ന് കഴിച്ച് നല്ല നെഗറ്റീവ് റിവ്യൂകളാണ് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം അണ്ണൻ ഇപ്പം പുതിയൊരു ഓഫർ വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കടയിലൊന്ന് കഴിച്ചിഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ ഒന്നും തരണ്ട, ഫ്രീ ആയിട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ വന്ന് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞിട്ട് പോവായിരുന്നല്ലേ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞിട്ട് കാശ് കൊടുക്കാതെ പോകാമായിരുന്നു. നോക്കാം, അത് ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷെ അണ്ണൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷെ ഞാൻ അങ്ങനെയാണ് ഈ തേങ്ങയിലെന്നാണ് എണ്ണ ഉണ്ടാക്കിയതും തെങ്ങി കയറി ഞാൻ ഡയറക്റ്റ് തെങ്ങി കയറി തേങ്ങ വെട്ടിയതാണ് ഇന്നൊക്കെ അണ്ണയിരുന്നു തള്ളു. ഇത് അണ്ണൻ്റെ ഒരു ഹോബിയാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് കേട്ടു കണ്ണന്റെ ഇപ്പോഴത്തെ ഓഫർ. മൃണാളിൽ വന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അതിന് പണം തരണ്ട. ഞങ്ങൾക്ക് 3 റെസ്റ്റോറന്റ് ഉള്ളത്, വൈറ്റില ജംഗ്ഷൻ, കച്ചേരിപ്പടി ഹൈക്കോടതിന്റെ അവിടെ, എയർപോർട്ട് ലുലുവിന്റെ അടുത്ത്. എവിടെ വേണം നിങ്ങൾക്ക് വരാം. നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം കഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചോ, ആ ബില്ലിന്റെ പുറകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും എഴുതി കൊടുക്കാം. അവിടെ കൊടുത്താൽ മതി, പണം വേണ്ട. എനിക്ക് നിങ്ങളെ വിളിച്ച് ചോദിക്കാമല്ലോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എന്ത് പറ്റി, എന്താ കാര്യമെന്ന്. അതിനുവേണ്ടി ഞാൻ പേരും നമ്പർ കിട്ടും. അല്ലാണ്ട് അത് പണം തരാതിരിക്കാൻ ഒരു കണ്ടീഷൻ ഒന്നുമല്ല. അതെന്തായാലും നമ്മൾ തിരിച്ചു തരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിൽ ഗിവ് ഇറ്റ് ബാക്ക്. അത്ര ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. പനിയാണ്, രസം കുടിക്കുക.
രസം കുടിച്ച് അവിടെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. അണ്ണന് കച്ചവടമൊന്നും ഇല്ല കേട്ടോ, ഒരു പട്ടിക്കുഞ്ഞോല് വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് പുതിയൊരു ഓഫർ ഇട്ട്, നിങ്ങൾ വരൂ കഴിക്കൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാശ് തരണ്ട പോക്കോ, ഈ ഒരു സെറ്റപ്പ്. അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുക്കണം, എനിക്ക് വിളിച്ചു ചോദിക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞാണ് അണ്ണൻ പറഞ്ഞിട്ട് പോകണം. അണ്ണൻ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഫോൺ നമ്പറും കൊടുത്തിട്ട് പോയി അണ്ണൻ വിളിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല. അത് നിങ്ങൾ അങ്ങനെയല്ല കഴിക്കേണ്ടിയിരുന്നത്. നിങ്ങളത് കഴിച്ചപ്പോൾ ഇങ്ങനെ കണ്ണ് തുറന്നു വെച്ചാൽ അങ്ങനെ വലിച്ചു കഴിക്കണമായിരുന്നു. റബ്ബർ മിഠായി പോലെ വലിച്ചു വിട്ടിട്ട് കഴിക്കേണ്ടതായിരുന്നു. നിങ്ങളെന്താ അങ്ങനെ കഴിക്കാത്തത്? അങ്ങനെയല്ല അത് കഴിക്കേണ്ടത്. നിങ്ങൾ കഴിച്ച രീതിയുടെ കുഴപ്പം കാരണമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ എന്നൊക്കെ പറഞ്ഞ് അണ്ണൻ തള്ളി മറിച്ചാണ്. അണ്ണൻ്റെ ആരോപണം നമുക്ക് എവിടം വരെ പേടിച്ചിരിക്കുമെന്ന് അറിഞ്ഞൂടെ. അണ്ണൻ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയത്. ഇത് ഹംഗ്രി റൊണാൾഡോ എന്ന് കേട്ടിട്ടുണ്ട്. ഇതെന്ത് റൊണാൾഡോ? തുപ്പലൂറിന് ഇവൻ്റെ പേര് പറഞ്ഞപ്പം അണ്ണൻ പറ. ഫീഡ്ബാക്കിന് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് അല്ല. കഴിഞ്ഞൊരു വർഷമായിട്ട് ഗംഭീര ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഹംഗ്രി ഫെർണാണ്ടോയുടെ. ആയിരക്കണക്കിന് പേര് ഇങ്ങനെ ഒരു സ്ഥാപനത്തിന്, ഒരു സാധാരണ ഒരു ആവറേജ് മനുഷ്യനെ, അത് നടത്തുന്ന ആവറേജ് മനുഷ്യനെ വേട്ടയാടാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് ഒരു സംഭവം കേരളത്തിൽ അതിന് മുമ്പ് അതിന് ശേഷം ഉണ്ടായിട്ടുണ്ടെന്നും എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആയിരക്കണക്കിന് പേര് വീഡിയോസ് ചെയ്യുക അഗെയിൻസ്റ്റ് ആയിട്ട്. ഒരിക്കൽ പോലും അവിടെ വരാതെ, ഒരിക്കൽ പോലും എന്നെ കാണാതെ, നേരിട്ട് സംസാരിക്കാതെ, ഞങ്ങളെ ആരെയും കാണാതെ, ഞങ്ങളുടെ ഭക്ഷണം കഴിക്കാതെ വീഡിയോസ് ചെയ്യാം. നിങ്ങൾ ചിലത് കണ്ടിട്ടുണ്ടാവില്ലേ? റിവ്യൂകൾ എഴുതുക, ആധികാരികമായിട്ട് റിവ്യൂ എഴുതുന്ന, അതിലൂടെ ഒരു ഫോട്ടോ പോലും ഉണ്ടാവില്ല. അത് വായിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാം ഇത് മെയ്ഡപ്പ് ആണ്. അങ്ങനത്തെ ഒരു സംഭവം മുമ്പ് ഉണ്ടായിരുന്നോ? അപ്പൊ അത് കാരണം ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. തെറ്റിദ്ധരിച്ചിട്ട് അങ്ങോട്ട് വരാതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, പിന്നെ ഇയാൾക്കെതിരെ മാത്രം എന്തിനാ ഇത്രയും? അതേ ഉള്ളൂ. ഞാൻ പല സ്ഥാപനങ്ങളും റിവ്യൂ ചെയ്തിട്ടുണ്ട്. അയാൾക്ക് പറയാമെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞൂടെ എന്നുള്ള ലോജിക്ക്. ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ളത് റെസ്റ്റോറന്റിൽ പോയിട്ട് അവിടെ ഇരുന്ന് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട്, അല്ലെങ്കിൽ ടേക്ക് അവേ വാങ്ങിച്ചിട്ട് ഭക്ഷണം നിങ്ങൾക്കും കാണാം, നിങ്ങൾക്കും അത് കണ്ട് മനസ്സിലാക്കാം. ഇതങ്ങനല്ല. എന്നിട്ടേ ഇല്ല, കൊച്ചിയിലും വരുന്നവരെയാണ് എന്നിട്ട് റിവ്യൂ ചെയ്യും. അത് രണ്ടും ഒന്നാണോ? അണ്ണ എന്തോ പറഞ്ഞു, നിങ്ങൾക്ക് വല്ല മനസ്സിലായി? എനിക്കൊന്നും മനസ്സിലായില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായി എനിക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട്. അണ്ണൻ എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. അണ്ണന് കുറെ ബ്രാഞ്ച് ഉണ്ട്, അവിടെയൊക്കെ വരും, നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കൂ, കഴിച്ചിട്ട് പോകൂ എന്നൊക്കെ പറഞ്ഞ് അണ്ണൻ തള്ളിമറിക്കുന്നുണ്ട്. അണ്ണൻ വേറൊരു ലെവൽ കില്ലാടിയാണ്. അണ്ണനെ പോലത്തെ ഒരു കില്ലാടിയെ ഞാൻ കണ്ടിട്ടില്ല. അണ്ണൻ രസം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പനിയാണെന്ന് പറഞ്ഞിട്ട്. ഇത് എനിക്ക് തോന്നും ഈ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ എങ്ങാണ്ട് കണ്ണീര് വന്നു കഴിഞ്ഞാൽ പറയാലോ, പനിയാണ്ട് ഞാൻ രസം കുടിച്ചപ്പോൾ വന്ന കണ്ണുനീരാണെന്ന്. അതുകൊണ്ടായിരിക്കണം മേ ബി. കുടിയണ്ണ കുടി, അല്ലെങ്കിൽ ഇനി കുറെ വെള്ളം കുടിക്കാൻ കിടക്കണതാ, കുടിച്ചോ, കുഴപ്പമൊന്നുമില്ല. ആരും കള്ളം പറഞ്ഞല്ല കേട്ടോ. പലർക്കും ഭക്ഷണം കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അത് ഒരേ ചെമ്മീൻ തന്നെ ഞാനും നിങ്ങളും ബിരിയാണി കഴിച്ചപ്പോൾ അങ്ങനെ രണ്ടായി പറയണം. അതൊക്കെ ഉണ്ടാവും, എല്ലാരും ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ ഇത് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല റീച്ച് കിട്ടി, അതിന് നന്ദിയുണ്ട്. There is no publicity called bad publicity. പഴയ ഒരു ജെയിംസ് ബോണ്ട് സിനിമയിലെ വില്ലൻ പറയുന്ന ഡയലോഗാണ്. അപ്പൊ അന്നേരം എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഇനിയിപ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കണ്ണീര് പതുക്കെ ഒന്ന് തുടച്ചിട്ട് വരാം. അപ്പൊ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. അണ്ണ എന്താ പറഞ്ഞ? ഒരു ചെമ്പ് ബിരിയാണിയിൽ നിന്ന് ചെമ്പ് വെട്ടി കഴിക്കുമ്പോൾ രണ്ടുപേർക്ക് രണ്ട് ടേസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കും. ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായമായിരിക്കും. ആണല്ല. അപ്പൊ അണ്ണൻ കയറി ഓരോ ഹോട്ടലിൽ പണ്ട് പോയിരുന്ന് കൊണയടിക്കുന്നതാ. ഓക്കെ, എത്ര ഹോട്ടൽ പൊട്ടിച്ചിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കേസ്, അണ്ണൻ്റെ ഹോട്ടലിൽ ഇപ്പം കച്ചവടം ഇല്ലല്ലോ. ആ ഹംഗ്രി മൃണാൾ എന്ന് പറയുന്ന ബോർഡ് ആദ്യം മാറ്റണം. ബോർഡ് മാറ്റിയിട്ട് ഫുഡ് കോർട്ടെന്നാ, വല്ല ഹോട്ടൽ അംബിക എന്നാ, അങ്ങനെ വല്ലതൊക്കെ ഇട്. ചിലപ്പോൾ ആൾക്കാർ കയറിയിരിക്കും. ഹംഗ്രി മൃണാൾ എന്ന പേരുണ്ടായാലും ഒരു പട്ടിക്കുഞ്ഞും കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പേര് മാറ്റിയിട്ട് നോക്ക്, നല്ല കച്ചവടം പിടിക്കാം. ഓക്കെ, അണ്ണൻ്റെ പേര് ഹംഗ്രി മൃണാൾ മാറ്റിക്കഴിഞ്ഞാൽ ഹോട്ടൽ പൊടി ഇത് കൺഫേമാണ്, 100%. വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ചുമ്മാ സ്നേഹം കൊണ്ട് പറയുന്നതാണ്. അണ്ണൻ്റെ പേരിൽ ആ ഹോട്ടൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പട്ടിക്കുഞ്ഞും കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഉറപ്പായിട്ട് പേര് മാറ്റിയിട്ട് കഴിഞ്ഞാൽ കച്ചവടം കെങ്കേമമായിരിക്കും, പൊടിക്കും. ഇത് ഞാൻ ചുമ്മാ പറയുന്നല്ല. അല്ലെങ്കിൽ ഈ ഒരു റെമഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഹോട്ടലിൽ കത്തി കയറും. ഇനി ഫുഡ് കൊള്ളൂല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ വഴി തെറ്റിപ്പോയാലും വന്ന് കയറിയിട്ട് അങ്ങ് പോകും. ഫുഡ് കൊള്ളാം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെടാൻ മാത്രം ഞാൻ അവിടെ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ കഴിച്ച ആൾക്കാരുടെ റിവ്യൂകൾ കേൾക്കുമ്പം ചിലപ്പോൾ നമുക്കൊന്ന് വയറെന്ന് അറിയാം. പിന്നെ അണ്ണനും പണ്ട് കുറേ ഹോട്ടലിൽ കയറി എന്നിട്ട് കൊണയടിച്ച് നശിപ്പിച്ചിട്ടുള്ളതല്ലേ. അതിപ്പോൾ തിരിച്ച് അണ്ണാക്കി കിട്ടുമ്പോൾ എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ടല്ലേ, കുണ്ടിക്ക് നല്ല സുഖം. അതുപോലെ അപ്പം അണ്ണൻ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ബോർഡ് മാറ്റി പിടിച്ചു നോക്കി. ചിലപ്പോൾ വഴിയെ പോകണ ആരെങ്കിലും തെറ്റിയെങ്കിലും ഇവിടെ ഒന്ന് കയറി നോക്കാം എന്ന് പറഞ്ഞ് കയറിയേക്കും. ആ ഒരു ഇതിലെങ്കിൽ അണ്ണന് 10 കച്ചവടം നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഇനി അണ്ണൻ്റെ ഹോട്ടലിൽ ഫുഡൊക്കെ കഴിച്ച് സംതൃപ്തിപ്പെട്ട ഒരാൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. സഹോദര മൃണാളെ, നിങ്ങളുടെ ഈ ഹംഗ്രി മൃണാളില് നിങ്ങൾ എത്ര നല്ല ഫുഡ് കൊടുത്താലും ആള് കയറില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നത്തെ നാട്ടുകാർക്ക് നല്ല ബുദ്ധിയാ. ഇപ്പോഴുള്ള ആൾക്കാർക്ക് ബുദ്ധിയുണ്ട്. അവര് നല്ല ഭക്ഷണം മാത്രമല്ല നോക്കുന്നേ, പറ്റിക്കപ്പെടാതെ ഭക്ഷണം കഴിക്കണമെന്നും ആഗ്രഹമുണ്ട് അവർക്ക്.
അപ്പം നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഞാൻ എപ്പോൾ കഴിച്ചിട്ടുണ്ടോ എനിക്കപ്പോൾ സംഭവം ഫുഡ് ഒരു പരിധി വരെ ഓക്കെയാണ്, പക്ഷേ ക്വാണ്ടിറ്റി വൈസ് അല്ലെങ്കിൽ അളവ് വളരെ കുറവാണ്. അതിൽ ഞാൻ പറ്റിക്കപ്പെടുകയാണെന്ന് ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ അവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കുറയാൻ കാരണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അവിടെ വന്നിട്ടുണ്ടായിരുന്നു, വളരെ കുറവാണ് നിങ്ങളുടെ സെയിലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ഈ ഉഡായിപ്പ് സ്ട്രാറ്റജികൾ, മൃണാളിനോടാണ്, നിങ്ങൾ ഈ ഉഡായിപ്പ് സ്ട്രാറ്റജികളൊക്കെ ഒഴിവാക്കിയിട്ട് ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയാം. ഒരു റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റ് അല്ലെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റി നിങ്ങൾ കൊടുക്കുക. ഓപ്പണായിട്ട് കാര്യം പറയാം, കസ്റ്റമേഴ്സ് കുറവാണ്, സാധനങ്ങൾ ബാക്കി വരുന്നുണ്ട് എന്നുള്ളത് പറയുക. അല്ലാതെ ആ സത്യത്തെ മറച്ചുകൊണ്ട് നിങ്ങളെ ഈഗോ കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു ഷോ ഓഫ് കാണിച്ചത് കൊണ്ടോ നിങ്ങളുടെ ഹോട്ടലിലേക്ക് ആരും വരാൻ പോകുന്നില്ല. ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയാം, നിങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. പിന്നെ നിങ്ങളുടെ ഈ ഉയർന്ന ചിന്താഗതി വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ കൗണ്ടർ ഉണ്ടല്ലോ, ഈ ഫുഡിന്റെ കൗണ്ടർ, ഈ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യാതെ ഏറ്റവും ബെസ്റ്റ് പരിപാടി നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ഫുഡ് കൗണ്ടർ, പാർസൽ കൗണ്ടർ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങേണ്ടതായിരുന്നു നിങ്ങൾക്ക് നല്ലത്. കാരണം നിങ്ങളുടെ ഉയർന്ന ചിന്താഗതിക്ക് അതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. റേറ്റ് കുറവിൽ നിങ്ങൾ ഉദ്ദേശിച്ച നല്ല ഭക്ഷണം എല്ലാവരെയും തീറ്റിക്കാം. പക്ഷേ ഇങ്ങനെയുള്ളൊരു ഫെസിലിറ്റി പണിതിട്ടിട്ട് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും നമ്മൾ കൊടുക്കുന്ന പൈസ ഭക്ഷണത്തിന്റെ പൈസയല്ല എന്നുള്ളത് നമുക്ക് അവിടെ കയറി ബില്ല് കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാകും, ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ തന്നെ മനസ്സിലാകും. അവിടെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആൾക്കാരെ തീറ്റിപ്പോറ്റാനും അല്ലെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കാനും ഈ പറഞ്ഞ ഫെസിലിറ്റിയുടെ പൈസയും ഇതൊക്കെയാണ് നമ്മൾ പേ ചെയ്യുന്നത്, അല്ലാതെ ഭക്ഷണത്തിന്റെ പൈസയല്ല. അണ്ണൻ വലിപ്പീരാണ് മെയിൻ എന്നാണ് ഈ വ്യക്തി പറയാതെ പറഞ്ഞു വെച്ചോണ്ട് പോകുന്നത്. അപ്പൊ അണ്ണന് പറ്റിയ വേറെ പണിയെന്നാണ് അങ്ങനെ വീണ്ടും പറയുന്നത്. അണ്ണ ഞാനൊരു കാര്യം പറയട്ടെ, സ്നേഹത്തോടെ, സ്നേഹം കൊണ്ട് പറയാം, സ്നേഹമൊന്നുമില്ല, ചുമ്മാ ഈ ചാരിറ്റിയൊക്കെ ഇനിയിപ്പോൾ ചെയ്ത് നാട്ടുകാരെ കണ്ണിപ്പൊടി ഇട്ടിട്ട് നന്മവരം കളിക്കാൻ പോയി നാട്ടുകാർ വീണ്ടും പിടിച്ച് ഉടുക്കണ്ട പട്ടികൾ ഒട്ടിച്ചിട്ട് കടിക്കുന്നതും കൂടി കാണാൻ വയ്യ അണ്ണ. അയ്യോ അണ്ണൻ്റെ ഒരു ക്രമക്കേടുകളെ. അണ്ണ ഹോട്ടലൊക്കെ മര്യാദയ്ക്ക് നടത്താൻ നോക്ക്, നടത്തുന്നതൊക്കെ ഓക്കെ, മര്യാദയ്ക്ക് സംസാരിക്കാൻ നോക്ക്. ഒരു നാട്ടുകാർ വന്ന് കഴിക്കുന്ന കസ്റ്റമേഴ്സിനെ പുച്ഛിച്ചുകൊണ്ടുള്ള നിങ്ങളെ സംസാരം ഉണ്ടല്ലോ, ഒരു പട്ടിക്കുഞ്ഞു പോലും കയറത്തില്ല, ഒരു പട്ടിക്കുഞ്ഞു പോലും കയറത്തില്ല. ഇനി ഫുഡ് അവിടെ കൊള്ളാമെങ്കിൽ കൂടി ഒരു തേങ്ങ ഒരുത്തനും വരത്തില്ല. സത്യം. ഞാൻ നേരത്തെ പറഞ്ഞ ബോർഡ് മാറ്റി വെച്ചു, ഹംഗ്രി മൃണാൾ എന്ന് പറയുന്ന പേര് മാറ്റി വെച്ചു, ഉറപ്പായിട്ട് അവിടെ ആള് കൺഫേം. പിന്നെ റേറ്റ് അതും കൂടി ഈ പറഞ്ഞതുപോലെ കൊടുക്കുന്ന പൈസക്ക് ആൾക്കാർക്ക് ആഹാരം കൊടുക്കും കേട്ടെ. ചില സ്ഥലങ്ങളൊക്കെ 100 രൂപയ്ക്ക് 150 രൂപയ്ക്കൊക്കെ ബിരിയാണി തന്നിട്ട് അൺലിമിറ്റഡ് റൈസൊക്കെയാണ് തന്നെ. പീസ് അൺലിമിറ്റഡ് ഒന്നുമില്ല, അത് അമ്മമാർക്ക് തലയിൽ കൂടി ലോറി ഓടുന്നൊന്നുമില്ല. അൺലിമിറ്റഡ് റൈസൊക്കെ വരുത്തരും, തിന്ന് തിന്നും കൊണ്ട് എഴുതി പോവാം. അപ്പോഴാണ് ആ കാലഘട്ടത്ത് അണ്ണ ഈ മറ്റേ സാമ്പാറിന് പൈസ, രസത്തിന് പൈസ, പാത്രത്തിന് പൈസ, കുപ്പിയിൽ അടപ്പിന് പൈസ, എന്തോന്നില്ല ഇത്. ചുമ്മാ നാട്ടുകാർ ഊക്കി ഇട്ടുകൊണ്ടിരിക്കും. ആദ്യം ഞാൻ വലിയ സംഭവമാണ്, ഞാൻ വലിയ മുതലാളിയാണെന്നുള്ള മൈൻഡിൽ താഴാറാൻ. അപ്പം ശരിയാവും, നമ്മളെന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു തോന്നൽ കയറി കഴിഞ്ഞാൽ അവിടെ കിടക്കാം. അല്ലാതെ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കുന്ന പുതിയൊരു വീഡിയോ ആണ്.